ഇന്ന് നമ്മുടെ ടോപ്പിക്ക് പ്രിപ്പോസിഷൻ ആണ്. നമ്മൾ പ്രിപ്പോസിഷൻ ആണ് കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ അറിയേണ്ട പ്രിപ്പോസിഷൻ മാത്രമാണ്, നമ്മൾ പഠിച്ചു കഴിഞ്ഞ് പോയ കാര്യങ്ങളാണ്. എങ്കിലും ഒന്നും കൂടെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു തരികയാണ്. പ്രിപ്പോസിഷൻ ഓഫ് പ്ലേസ് ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഏതൊക്കെയാണ്? ഇൻ, ഓൺ, അറ്റ്. പ്രിപ്പോസിഷൻ ഓഫ് ടൈം എന്താണ്? സെയിം, ഇൻ, ഓൺ, അറ്റ്. പക്ഷെ പ്രിപ്പോസിഷൻ ഓഫ് പ്ലേസിൽ വേറെയും കുറെ ആൾക്കാരുണ്ട്. പ്രിപ്പോസിഷൻ ഓഫ് പ്ലേസിലെ ഇൻ, ഓൺ, അറ്റ് കഴിഞ്ഞാൽ നമുക്ക് വേറെയും ഉണ്ട്. എന്തൊക്കെയുണ്ട്? എമംഗ് ഉപയോഗിക്കാം, ഇൻ ഫ്രണ്ട് ഓഫ് ഉപയോഗിക്കാം, നിയർ ഉപയോഗിക്കാം, അണ്ടർ ഉപയോഗിക്കാം, ഓവർ ഉപയോഗിക്കാം. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമുക്ക് എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഓഫ് പ്ലേസ് ഇതൊക്കെയാണ്. അപ്പൊ ഇൻ, ഓൺ, അറ്റും ഇതിലുള്ള എല്ലാം തന്നെ പറഞ്ഞതാണ്. എങ്കിലും ഞാൻ വളരെ ചുരുക്കി ഇൻ, ഓൺ, അറ്റ് എന്താണെന്ന് പറയാം. പ്രിപ്പോസിഷൻ ഓഫ് പ്ലേസിൽ ഇൻ, ഓൺ, അറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻ എന്ന് പറഞ്ഞാൽ അകത്ത് എന്നാണ് അർത്ഥം. പക്ഷെ അത് എന്തായിരിക്കണം? എൻക്ലോസ്ഡ് ഏരിയ ആയിരിക്കണം. ഇനി ഓൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സാധനത്തിന്റെ, ഒരു സർഫസിന്റെ മുകളിൽ, അതിനാണ് ഓൺ ഉപയോഗിക്കുന്നത്. അറ്റ് എന്ന് പറയുന്നത് എന്താണ്? കൃത്യമായിട്ടുള്ള ഒരു സ്ഥലം. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം, നിങ്ങൾ അതൊന്ന് കേൾക്കുക. ഇനി പ്രിപ്പോസിഷൻ ഓഫ് പ്ലേസിൽ ഞാൻ പറഞ്ഞത് ഇപ്പൊ ഏതൊക്കെയാണ്? എമംഗ്. എമംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറെ വസ്തുക്കളുടെ ഇടയിൽ അല്ലെങ്കിൽ കുറെ സാധനങ്ങളുടെ ഇടയിലുള്ള അവസ്ഥയ്ക്കാണ് നമ്മൾ എമംഗ് എന്ന് പറയുന്നത്. അപ്പൊ ബിറ്റ്വീൻ എന്താ? രണ്ടാൾക്കാരുടെ അല്ലെങ്കിൽ രണ്ട് വസ്തുക്കളുടെ ഇടയിലുള്ള ആ ഒരു അവസ്ഥയ്ക്കാണ് നമ്മൾ ബിറ്റ്വീൻ എന്ന് പറയുന്നത്. അപ്പൊ ബിഹൈൻഡ് എന്താ? പിറകിൽ എന്നതിനാണ് നമ്മൾ ബിഹൈൻഡ്. അണ്ടർ, അടിയിൽ. ഇതിങ്ങനെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അതിൻ്റെയും ലിങ്ക് ഇവിടെ തരാം, നിങ്ങളത് കേൾക്കുക, പഠിക്കുക. അത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യം ഇവിടെയില്ല. ഇനി നമ്മൾ അതിൽ പറയാതെ പോയെന്നുണ്ട് ഓവർ എന്നുള്ളത്. ഓവർ നമുക്കറിയാം, മുകളിലൂടെ, മുകളിൽ എന്നൊരു അർത്ഥത്തിലാണ് നമ്മൾ ഓവർ ഉപയോഗിക്കുന്നതെന്ന്. അപ്പൊ അത് മാത്രമല്ല, അധികം എന്നൊരു അർത്ഥത്തിനും നമുക്ക് ഓവർ ഉപയോഗിച്ച് സംസാരിക്കാൻ കഴിയും. ഫോർ എക്സാമ്പിൾ, ഹി ഹാസ് ഓവർ 50 books. ഹി ഹാസ്, അവനുണ്ട്, ഓവർ 50 books, 50 ബുക്കിനേക്കാളും അധികം ബുക്സ് അവനുണ്ട്. അപ്പൊ നമ്മൾ ഉപയോഗിച്ചത് എന്താണ്? ഹി ഹാസ് ഓവർ, 50 ബുക്കിനേക്കാൾ കൂടുതലുണ്ട് അവന്റെ കയ്യിൽ. ദ ടെമ്പറേച്ചർ ഈസ് ഓവർ 30 ഡിഗ്രി. അല്ലെ, ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ അങ്ങനെയാണ്. ഓവർ 35, അതിനേക്കാൾ അധികം നമുക്ക് ടെമ്പറേച്ചർ ഉണ്ട്. ദ പ്ലെയിൻ ഫ്ലൂ ഓവർ ദ സ്കൈ. സ്കൈയുടെ മുകളിലൂടെ പോയി. അപ്പൊ അവിടെ നമ്മൾ ഉപയോഗിച്ചത് എന്താണ്? ഓവർ ആണ്. മറ്റൊരു നമ്മൾ ഉപയോഗിച്ചത് അധികം എന്ന അർത്ഥത്തിനാണ്. ഫ്ലൂ ഓവർ എന്ന് പറയുന്നത് എന്താണ്? മുകളിലൂടെ. ഫ്ലൂ ഓവർ ദ സ്കൈ, സ്കൈയുടെ മുകളിലൂടെയാണ് പ്ലെയിൻ പോയത്. അപ്പൊ നമ്മൾ അവിടെ ഉപയോഗിച്ച ഓവർ എന്തിനാണ്? മുകളിലൂടെ എന്നൊരു അർത്ഥത്തിലാണ്. ദ ബ്രിഡ്ജ് ഗോസ് ഓവർ ദ റിവർ. ദ ബ്രിഡ്ജ് ഗോസ് ഓവർ ദ റിവർ. റിവറിന്റെ മുകളിലൂടെയാണ് പോകുന്നത്. ദ ബ്രിഡ്ജ് ഗോസ് ഓവർ, മുകളിലൂടെ. അപ്പം മുകളിലൂടെ എന്ന അർത്ഥത്തിന് നമുക്ക് ഓവർ ഉപയോഗിക്കാം. അധികം എന്നൊരു അർത്ഥത്തിന് ഓവർ ഉപയോഗിക്കാം. ഓവറിന് കുറേ ഉപയോഗങ്ങളുണ്ട്. സെന്റൻസിൽ നിങ്ങൾ നോക്കി അത് ഏത് രീതിയിലാണ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ ഓവർ മനസ്സിലായല്ലോ. ഹി ജംപ്ഡ് ഓവർ ദ പുഡിൽ. ഇതാണ് പുഡിൽ, ചെളിക്കുഴി അല്ലെ. ഹി ജംപ്ഡ് ഓവർ ദ പുഡിൽ. പുഡിൽ, ചെളിക്കുഴിയുടെ മുകളിൽ അവന് ജമ്പ് ചെയ്തു, ചാടി. ജംപ്ഡ് ഓവർ. അപ്പൊ ഓവർ എന്ന് പറഞ്ഞാൽ മുകളിൽ, അധികം എന്നിങ്ങനെയാണ് അർത്ഥം വരുന്നത്. പിന്നെ നമ്മൾ ഇപ്പം പ്രിപ്പോസിഷൻ ഓഫ് പ്ലേസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ഇൻ ഫ്രണ്ട് ഓഫ്. മുമ്പിൽ എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ദ ചിൽഡ്രൻ സ്റ്റൂഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ സ്റ്റേജ്. കുട്ടികൾ നിന്നു എവിടെയാണ്? സ്റ്റേജിന്റെ മുമ്പിൽ, അതായത് സ്റ്റേജിലോട്ട് നോക്കി, സ്റ്റേജിന്റെ മുമ്പിൽ. ദ ചിൽഡ്രൻ സ്റ്റൂഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ സ്റ്റേജ്. സ്റ്റേജിന്റെ മുമ്പിൽ കുട്ടികൾ നിന്നു. ദ കാർ ഈസ് പാർക്ക്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഹൗസ്. വീടിന്റെ മുൻപിൽ. ദ കാർ ഈസ് പാർക്ക്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഹൗസ്. വീടിന്റെ മുമ്പിൽ കാറ് പാർക്ക് ചെയ്തു. അപ്പൊ അവിടെ നമ്മൾ ഇൻ ഫ്രണ്ട്
വീടിന്റെ മുൻപിൽ എന്ന് പറയാനാണ് നമ്മൾ ഇൻ ഫ്രണ്ട് ഓഫ് ഉപയോഗിക്കുന്നത്. ഇൻ ഫ്രണ്ട് എന്ന് മാത്രമല്ല, അതിന്റെ കൂടെ ഒരു ഓഫും കൂടിയുള്ള കാര്യം മറന്നു പോകരുത്. അപ്പൊ ഇനി നമ്മൾ അടുത്ത പ്രിപ്പോസിഷനിലോട്ട് പോകുന്നതിന് മുമ്പേ ഞാനൊരു കാര്യം പറയട്ടെ. എന്നെ പലരും എന്നെ വിളിച്ചും അല്ലാതെ മെസ്സേജ് വഴിയും ഒക്കെ അറിയിക്കുന്നുണ്ട് എൻ്റെ ചാനലിൽ ഞാനിടുന്ന വീഡിയോ കിട്ടുന്നില്ല എന്ന്. അത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഓഫായി പോയതാണ് കാര്യം. അതുകൊണ്ട് നിങ്ങൾ നമ്മുടെ ചാനൽ എടുക്കുക, അവിടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ താഴെ ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ 3 ടൈപ്സ് ഓഫ് ഓപ്ഷൻ ഉണ്ട്. അതിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ ഓൺ ചെയ്ത് വെക്കുക. അത് ചെയ്ത് കഴിയുമ്പോഴാണ് നിങ്ങളുടെ ഫോണിലോട്ട് ഞാൻ ഇടുന്ന നോട്ടിഫിക്കേഷൻ, ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടെന്നുള്ള ആ ഒരു ഒച്ച, ആ ബിപ് സൗണ്ട് നിങ്ങളുടെ ഫോണിലോട്ട് വരുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഓൾ എന്ന ബെല്ല് അമർത്തി വെക്കാൻ നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ. അപ്പൊ ചെയ്യണം. അപ്പൊ നമ്മൾ പഠിച്ചത് ഇൻ ഫ്രണ്ട് ഓഫ് ആണ്, മുൻപിൽ എന്ന ഉപയോഗത്തിനാണ്. ഓവർ എന്ന് പറഞ്ഞാൽ മുകളിലൂടെ, മുകളിൽ, അല്ലെങ്കിൽ എന്താണ്, അധികം എന്ന അർത്ഥമുണ്ട്. അപ്പൊ നമ്മൾ പഠിച്ചത് പ്രിപ്പോസിഷൻ ഓഫ് പ്ലേസിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ലാത്തവർ ആരൊക്കെയാണ്? ഇൻ, ഓൺ, അറ്റ്, ഇൻ ഫ്രണ്ട് ഓഫ്, എമംഗ്, ബിറ്റ്വീൻ, നിയർ. നിയറിന്റെ ക്ലാസ് എടുത്തിട്ടുണ്ട്. നിയർ, അണ്ടർ, ഓവർ. ഇതാണ് പ്രിപ്പോസിഷൻ ഓഫ് പ്ലേസിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ലാത്ത കാര്യം. ഇനി പ്രിപ്പോസിഷൻ ഓഫ് ടൈം. ടൈമിൽ നമുക്കറിയാം ഇൻ, ഓൺ, അറ്റ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇൻ, ഓൺ, അറ്റ് ടൈമിൽ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇൻ എവിടെയാണ് ഉപയോഗിക്കുന്നത്? നിങ്ങൾ കേൾക്കും പറഞ്ഞും പല ക്ലാസ്സുകളും കേട്ട് കഴിഞ്ഞൊരു കാര്യമാണ്. ഇൻ എവിടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? മാസങ്ങളുടെയും വർഷങ്ങളുടെയും കൂടെയാണ്. മറന്നു പോകല്. മന്ത്സ്, ഇയർ. ഇൻ ഡിസംബർ, ഇൻ ജാനുവരി, ഓൺ ജനുവരി അല്ല, ഇൻ ജനുവരി. ഇൻ മാർച്ച്, ഇൻ മെയ്, അല്ലാണ്ട് ഓൺ മെയ്യോ ഓൺ മാർച്ചോ ഓൺ ഡിസംബറോ അല്ല. മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇൻ ആണ്. as well as ഇൻ ഉപയോഗിക്കേണ്ടത് ഇൻ 2000, ഇൻ 2025, ഇൻ 1981. ഇങ്ങനെ ഏത് വർഷവും നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ഇന്നാണ് ഉപയോഗിക്കേണ്ടത്. ഇനി സെഞ്ചുറി വയ്ക്കേണ്ടത് നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. ഇൻ നമ്മൾ ഉപയോഗിക്കേണ്ടത് എവിടെയാണ്? മാസങ്ങൾക്കും വർഷങ്ങൾക്കും. അപ്പോൾ ഓൺ ദിവസം പറയാൻ ഓൺ മൺഡേ, ഓൺ വെനസ്ഡേ, ഓൺ സാറ്റർഡേ. ഇൻ സാറ്റർഡേ എന്നോ ഇൻ വെനസ്ഡേ എന്നോ ഒന്നുമല്ല. എന്താണ്? ഓൺ മൺഡേ, ഓൺ സാറ്റർഡേ. ദിവസങ്ങൾക്ക് മുമ്പിൽ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? ഓൺ ആണ് ഉപയോഗിക്കുന്നത്. മാറിപ്പോകരുത്. ഓൺ ക്രിസ്മസ് ഡേ, ഓൺ ഹോളിഡേ. അപ്പൊ ഏതാണോ ദിവസം. ഇനി ഡേറ്റ് ഓൺ 2nd ഒക്ടോബർ, ഓൺ 15th ആഗസ്റ്റ്. അപ്പൊ ഏതാണോ നമുക്ക് ഡേറ്റും ദിവസവും പറയേണ്ടത് അവിടെ നമ്മൾ ഓൺ ഉപയോഗിക്കണം. ഇൻ ഉപയോഗിക്കുന്നത് മാസങ്ങൾക്കും വർഷങ്ങൾക്കും മുമ്പിലാണ്. അറ്റ് ഉപയോഗിക്കുന്നത് എന്താണ്? കൃത്യമായിട്ടുള്ള സമയം പറയാനാണ്. അറ്റ് 5:30, അറ്റ് 6:30 PM, അറ്റ് മോർണിംഗ്, അറ്റ് ഈവനിങ്. കൃത്യമായിട്ടുള്ള സമയം പറയാനാണ് നമ്മൾ അറ്റ് ഉപയോഗിക്കുന്നത്. ഇനി പ്രിപ്പോസിഷൻ ഓഫ് ടൈമിലെ മറ്റൊന്നാണ് ബിഫോർ. ബിഫോർ എന്താണ്? അപ്പൊ മുൻപ് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ബിഫോർ ഉപയോഗിക്കുന്നത്. എല്ലാവർക്കും അറിയാം. ഐ വേക്ക് അപ്പ് ബിഫോർ സൺറൈസ്. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഞാൻ എഴുന്നേക്കാറുണ്ട്. ബിഫോർ സൺറൈസ്, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഞാൻ എഴുന്നേക്കാറുണ്ട്. അപ്പൊ ആഫ്റ്റർ എന്താണ് അർത്ഥം? കഴിഞ്ഞ് എന്നാണ് അർത്ഥം. അപ്പൊ ഇവിടെ തന്നെ ഞാൻ പറയാണ്, ഐ വേക്ക് അപ്പ് ആഫ്റ്റർ സൺറൈസ്. സൂര്യൻ ഉദിച്ചതിന് ശേഷമാണ് ഞാൻ എഴുന്നേക്കാറ്. അപ്പൊ ബിഫോറും ആഫ്റ്റർ. ബിഫോർ എന്ന് പറഞ്ഞാൽ മുമ്പ്, ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ്. അപ്പൊ ഐ വേക്ക് അപ്പ് ബിഫോർ സൺറൈസിന് മുമ്പ്, ഐ വേക്ക് അപ്പ് ആഫ്റ്റർ സൺറൈസിന് ശേഷം. പ്ലീസ് കോൾ മീ ബിഫോർ 5 PM. 5 മണിക്ക് മുമ്പ് എന്നെ ദയവേത് വിളിക്കണം. പ്ലീസ് കോൾ മീ ബിഫോർ 5 PM. പ്ലീസ് കോൾ മീ ആഫ്റ്റർ 5 PM. 5 PM ശേഷം എന്നെ വിളിക്കണം. പ്ലീസ് കോൾ മീ ആഫ്റ്റർ 5 PM. 5 PM ശേഷം. ബിഫോർ 5 PM. 5 PM മുമ്പ്. വാഷ് യുവർ ഹാൻഡ്സ് ബിഫോർ ഈറ്റിംഗ്. വാഷ് യുവർ ഹാൻഡ്സ് ആഫ്റ്റർ ഈറ്റിംഗ്. രണ്ട് ശരിയല്ലേ? ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കഴുകുക, ആഫ്റ്റർ ഈറ്റിംഗ്. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകുക, ബിഫോർ ഈറ്റിംഗ്. അപ്പൊ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ബിഫോർ എന്ന് പറഞ്ഞാൽ മുമ്പ്, ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ് എന്നാണ് അർത്ഥം.
ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ്, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പെയിൻ വെന്റ് അവേ. എന്താണ് അവിടെ നമ്മൾ ഉദ്ദേശിച്ചത്? എന്താണ്? ആഫ്റ്റർ ഫ്യൂ ഡേയ്സ്, കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞിട്ട്, കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം. അപ്പൊ ആഫ്റ്ററും ബിഫോറും ഒക്കെ നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമാണ്. പിന്നെ പ്രിപ്പോസിഷൻ ഓഫ് ടൈമിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്നാണ് ഡ്യൂറിങ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതാണ്. ഒരു കാലഘട്ടത്തെ സൂചിപ്പിക്കാനാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന്. അതിൻ്റെ ലിങ്ക് തരാം, നിങ്ങൾ കേൾക്കുക, പഠിക്കുക കേട്ടോ. അപ്പൊ പ്രിപ്പോസിഷൻ ഓഫ് ടൈമിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇൻ, ഓൺ, അറ്റ്, ബിഫോർ, ആഫ്റ്റർ, ഡ്യൂറിങ്. ഇനി ഡിറക്ഷൻ, നമ്മുടെ ദിശ. ദിശയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ത് വേണം? ടു വേണം. ടു ഇല്ലാതെ എങ്ങും പോകാൻ പറ്റത്തില്ല. ടു വേണം. ടു ഉണ്ടെങ്കിൽ അവിടെ എന്തായിട്ടും എന്തുണ്ടാവും? ഫ്രം ഉണ്ടാകും. പിന്നെ എന്താണ്? ഇൻ ടു, ഔട്ട് ഓഫ്, ത്രൂ. ഇതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ടു ലേക്ക് എന്നർത്ഥം, ഫ്രം മുതൽ എന്നർത്ഥം, ഇൻ ടു ഉള്ളിലേക്ക് എന്നർത്ഥം, ഔട്ട് ഓഫ് പുറത്തേക്ക് എന്നർത്ഥം, ത്രൂ അതുവഴി എന്നർത്ഥം. ഇതും നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും അത് നിങ്ങളെ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഞാൻ എല്ലാത്തിൻ്റെയും ലിങ്ക് ഇവിടെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഒക്കെ ആയിട്ട് തരാം. നിങ്ങളെ പ്രിപ്പോസിഷൻ അത്രയ്ക്കധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇത് ബുക്കിൽ എഴുതിയോ ഇതേപോലെ സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്തും ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. വീണ്ടും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, ഈ ക്ലാസ് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ചെക്ക് ചെയ്യുക. നിങ്ങളുടെ അത് പേഴ്സണലൈസ്ഡ് ആയിട്ടോ വല്ലതും ആയിരിക്കും കിടക്കുന്ന ആ ബെൽ ബട്ടൻ്റെ അത് നിങ്ങൾ മാറ്റി അത് ഓൾ ആക്കി മാറ്റാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. മറന്നു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഏപ്രിൽ മാസം 1-ാം തീയതി മുതൽ നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ 5-ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്കാണ് ക്ലാസ് ഉള്ളത്. ക്ലാസ്സിന്റെ ടൈം വരുന്നത് ഉച്ചയ്ക്കാണ് ടൈം വരുന്നത്. കാരണം ഈ വെയിലത്തുനിന്ന് കുട്ടികളെ വീട്ടിലിരുത്താനും കൂടിയുള്ള ഒരു വഴിയായിട്ട് നിങ്ങൾക്ക് ഇതിനെ ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ക്ലാസ്സിന്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. നമ്മൾ ടെൻസസ് പറഞ്ഞു കൊടുക്കും, പാർട്സ് ഓഫ് സ്പീച്ച് ഉണ്ടാകും, പിന്നെ എങ്ങനെ സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാം എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കും. അതേപോലെ തന്നെ ഓരോ ടെൻസും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നും കൂടിയുള്ള ക്ലാസ്സുകളാണ് 30 ദിവസം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള പാരൻസ് ഉണ്ട് എങ്കിൽ ദാ എൻ്റെ നമ്പർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഇപ്പോൾ 10-ാം ക്ലാസ്സും +1, +2 ഈ കുട്ടികൾക്ക് സെപ്പറേറ്റഡ് ക്ലാസ് ആണ്. ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ ഒന്നുകൂടെ നല്ല നല്ല ക്ലാസ്സുകളായിരിക്കും. അതായത് ഒരു എങ്ങനെ എഴുതാൻ പഠിക്കാം, അത്യാവശ്യം എങ്ങനെ സംസാരിക്കാൻ പഠിക്കാം, ഇങ്ങനെയുള്ള ക്ലാസ്സുകളാണ് നമ്മൾ 10, 11, 12 ക്ലാസ്സുകൾക്ക് കൊടുക്കുന്നത്. ബാക്കി വരെയുള്ള ക്ലാസ്സുകൾക്ക് ഏറ്റവും അത്യാവശ്യം നിങ്ങൾ അറിയേണ്ടത് ഇംഗ്ലീഷ് എഴുതാൻ പഠിക്കണം എന്നുള്ളതും ഇംഗ്ലീഷിൻ്റെ ഗ്രാമറുമാണ് നിങ്ങൾ അറിയേണ്ടത്. നിങ്ങൾക്ക് അതാണ് അത്യാവശ്യം. അപ്പോൾ നിങ്ങളുടെ പാരൻസിന് എൻ്റെ നമ്പർ ഇതാ ഇവിടെ വന്നിട്ടുണ്ട്, നിങ്ങളത് എന്നെ ഇപ്പോൾ തന്നെ കോണ്ടാക്ട് ചെയ്യുക, നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കുക. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ ട്യൂഷൻ JMR ട്യൂഷൻ പോയിന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കുട്ടികൾക്ക് അതിവിദഗ്ധരായ അധ്യാപകരുടെ സഹായത്തോടെ എല്ലാ ടീച്ചേഴ്സും BEd, MD, PG എല്ലാ പരീക്ഷകളും പാസ്സായി നിങ്ങൾക്ക് വേണ്ടി റെഡി ആയിട്ടിരിക്കുന്ന ടീച്ചേഴ്സാണ്. ട്യൂഷൻ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യുക, ഇതേ നമ്പർ തന്നെ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം.